പ്രിയപ്പെട്ടവരെ നമസ്കാരം. കേവലം ഒരു ദിവസമല്ല നമ്മൾ സ്ത്രീകളെ ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും. എന്നാൽ അവർക്കായിട്ട് അവരെ അനുസ്മരിക്കാൻ ഒരു ദിവസം മാറ്റിവെക്കുന്നു എന്നുള്ള അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രസക്തി ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്ത്രീരത്നങ്ങളെ ആദരിക്കാനും നമുക്കൊപ്പം അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു പടി മുന്നിലാണ് അവർ എന്ന് അംഗീകരിക്കാനും നമ്മൾ ഇന്നൊരു പരിപാടി സംഘടിപ്പിക്കും. ഇതിന്റെ അർത്ഥം, സ്കൂളുകളിൽ എന്തിനാണ് ഇത് നടത്തുന്നത് എന്നുള്ളതിന്റെ അർത്ഥം വ്യക്തമായിട്ട് ഈ കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തുക. ഒരു ദിവസം പോലും പത്രം ഇറങ്ങുന്നില്ല ഒരു സ്ത്രീയെ അപമാനിക്കപ്പെടുന്ന അല്ലെങ്കിൽ സ്ത്രീ ജീവിതത്തെ നഷ്ടപ്പെടുത്താത്ത ഒരു പത്രവും ഒരു വാർത്തയും ഇന്ന് ഇറങ്ങും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സ്ത്രീ കഥാപാത്രങ്ങളെ കാലാകാലങ്ങളായിട്ട് മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാർ കണ്ടിരിക്കുന്ന രീതി വ്യത്യസ്തമായതുകൊണ്ടാണ്. സോപ്പിന്റെ പേര് ചന്ദ്രിക, ചന്ദനത്തിരിയുടെ പേര് സന്ധ്യ. അലിഞ്ഞില്ലാതാകാനും സ്വയം എരിഞ്ഞടങ്ങാനും മനഃപൂർവ്വം ആരോ ആ പേരിട്ടതാണോ എങ്കിൽ തെറ്റിദ്ധരിക്കാൻ കഴിയും. സ്ത്രീ സ്വാതന്ത്ര്യം അർഹതേ എന്ന പുരാണ ആപ്തവാക്യത്തിൽ തുടങ്ങി തളച്ചിടുന്ന സ്ത്രീ കഥാപാത്രം. കൗരവസഭയിൽ വസ്ത്രാക്ഷേപത്തിന് വിധേയമായ ദ്രൗപദി തേങ്ങുന്ന ഹൃദയവുമായി അന്ന് അപമാനിക്കപ്പെട്ടുവെങ്കിൽ ഇന്നും സ്ത്രീകൾ ഓരോ ദിനവും വ്യത്യസ്ത രീതിയിൽ അപമാനിക്കപ്പെടുന്ന ഒരു കാലഘട്ടം. പ്രണയത്തിന്റെ അടയാളമായി കാണിക്കാൻ മോതിരം നഷ്ടപ്പെട്ടപ്പോൾ കാലിൽ കൊണ്ട ഗർഭമുനിയുടെ വേദനയേക്കാൾ ഹൃദയത്തിൽ വേദന കൊണ്ട ശകുന്തള ഇന്ന് പലപ്പോഴും നമ്മുടെ ഇടയിൽ, നമ്മുടെ പത്രങ്ങളിൽ ചരമകോളത്തിൽ പുനർജനിക്കപ്പെടുന്നു. പ്രണയത്തിന്റെ പേരിൽ കൊല്ലപ്പെടുന്ന സ്ത്രീ. പാതിവൃത്യം നഷ്ടപ്പെട്ട് സംശയത്തിന്റെ നിഴലിൽ ഭൂമിദേവി ഏറ്റുവാങ്ങുക സീതാദേവിയുടെ പ്രതീകങ്ങളായി ഇന്നത്തെ സ്ത്രീകൾ ആസിഡിനാലും പെട്രോളിനാലും അഗ്നിശുദ്ധി വരുത്തി തങ്ങളുടെ നിലപാട് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാൽ അതിനിടയിലും വെള്ളാരം കല്ല് പോലെ തിളങ്ങുന്ന സ്ത്രീ കഥാപാത്രങ്ങളെ, സ്ത്രീരത്നങ്ങളെ നിങ്ങൾക്കറിയോ? ഗാർഗി, മൈത്രേയി തുടങ്ങിയ പുരാണ കഥാപാത്രം. യാജ്ഞവൽക്യ മുനിയുമായിട്ടുള്ള സംഭാഷണത്തിൽ അവരെ തത്വചിന്തയിൽ തോൽപ്പിച്ച ഗാർഗിയും അറിവിന്റെ സർവജ്ഞ പീഠം കയറിയ മൈത്രേയും അന്നു മുതലേ സ്ത്രീ കഥാപാത്രങ്ങളിൽ തിളങ്ങി നിന്നിരുന്നു. പക്ഷെ അവരെ അംഗീകരിച്ചിരുന്നില്ല. കാലഘട്ടത്തിന്റെ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. അതിൽ തുടങ്ങി ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ച റസിയ സുൽത്താന, നമ്മുടെ പ്രിൻസിപ്പലിന്റെ ആ പേര് കേൾക്കുമ്പോൾ നമ്മൾ ഓർത്തു പോലെ ഭരണരംഗങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന സ്ത്രീ സ്വാധീനം നിങ്ങൾ ഓർത്തു നോക്കുക. ഒരു മിഡീവൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് മുഗൾ കാലഘട്ടത്തിൽ ഒരു സ്ത്രീക്ക് യാതൊരു വിധത്തിലുള്ള സ്വാതന്ത്ര്യം കിട്ടാത്ത കാലഘട്ടത്തിൽ പോലും ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ച് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് സ്വാതന്ത്ര്യത്തിന്റെ സമരങ്ങളിൽ പങ്കെടുത്ത ഝാൻസി റാണിയും ബീഗം ഹസ്രത്തമൽ, ആനി ബസന്റ്, അരുണ അസഫ് അലി, ഇന്ദിരാഗാന്ധിയും കൽപ്പന ചൗലയും കടന്ന് ഇന്ത്യൻ പ്രസിഡന്റ് പദവി അലങ്കരിക്കുന്ന ദ്രൗപദി മുർമു വരെ എത്തി നിൽക്കുന്ന സ്ത്രീത്വം. പക്ഷേ അതിനകത്തൊരു പ്രശ്നമുണ്ട്. കുറെ സ്ത്രീ ജനങ്ങൾക്കിടയിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നോ രണ്ടോ താരങ്ങൾ മാത്രമേ നമ്മൾ അറിയപ്പെടുന്നു. അതിൽ ഇടയിൽ കൊഴിഞ്ഞു പോകുന്ന ധാരാളം ധൂമകേതുക്കൾ നമ്മൾ അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. അതിനൊക്കെയാണ് സമൂഹത്തിൽ അംഗീകാരം എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടയിലുള്ള ഈ സ്ത്രീ കഥാപാത്രങ്ങളെ, സ്ത്രീരത്നങ്ങളെ ഈ ദിനത്തിൽ ഓർക്കുക, അംഗീകരിക്കുക എന്നുള്ള കർത്തവ്യമാണ് നമ്മൾ ഇനി നടത്താൻ പോകുന്നത്. ഒന്നാമതായി അഴിച്ചിട്ട കാർകൂന്തലും ചന്ദനക്കുറിയുമായി മാതൃത്വത്തിന്
നമ്മുടെ സമൂഹത്തിന് 3 പെൺമക്കളെ നൽകിയ നമ്മുടെ ക്യാമ്പസിലെ 1ാം വനിത ആരാണ്? നമ്മുടെ പ്രിയപ്പെട്ട VP മാഡം. VP മാഡം നിറസാന്നിധ്യമാണ് നമ്മുടെ അസംബ്ലിയിൽ. VP മാഡം അവിടെ ഇല്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെയാണ്. VP മാഡത്തെ അംഗീകരിക്കാൻ, ബഹുമാനിക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സാറിനെ ക്ഷണിക്കുക. കണ്ണുകൾ കൊണ്ട് മാത്തമാറ്റിക്സിന്റെ ഫോർമുലകൾ പഠിപ്പിക്കുന്ന, ഒരു നോട്ടം കൊണ്ട് ക്ലാസ്സിന് മുഴുവൻ അടക്കി ഭരിക്കുന്ന, കർത്തവ്യത്തിൽ കർക്കശക്കാരി. എന്നാൽ കുട്ടികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ക്യാമ്പസിന് വെളിയിൽ ടൂറോ പിക്നിക്കോ പോകുമ്പോൾ ഈ ടീച്ചർ അല്ലല്ലോ ഇത്ര സമയം കണ്ടത് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള സമ്മറിൻ ബത്ലഹേം എന്ന സിനിമയെ അനുസ്മരിപ്പിക്കുന്ന ഒരു സൈക്കിളുമായി സമ്മറിൻ നവോദയ ആക്കി മാറ്റിയ നമ്മുടെ പ്രിയപ്പെട്ട ലാലി ടീച്ചറിന്റെ അനുഭവത്തിലേക്ക് ബാഹുലേയ സാറിനെ കമ്പ്യൂട്ടർ അന്വേഷിച്ചാരാ? നമ്മുടെ ഈ ക്യാമ്പസിൽ ഒരു ബിൽ ഗേറ്റ്സ് ഉണ്ട്. കമ്പ്യൂട്ടറുകളുടെ ടെക്നിക്കുകളിലൂടെ കുട്ടികളെ IT ലോകത്തേക്കും അതുപോലെ അധ്യാപകരുടെ അല്ലെങ്കിൽ നമ്മുടെ പൊതു സ്കൂൾ രംഗത്തിന്റെ ഡാറ്റകൾ കൈകാര്യം ചെയ്ത് കൃത്യമായി അയക്കുകയൊക്കെ ചെയ്യുന്ന, ജന്മം കൊണ്ട് മറുനാട്ടുകാരിയാണെങ്കിലും കർമ്മം കൊണ്ട് മലയാളത്തിന്റെ സ്വന്തം താമര ടീച്ചർ തന്റെ മക്കൾക്ക് മുല്ലൈ മുകിലൻ എന്ന പേരുകൾ നൽകി തമിഴ് ഭാഷയെ മറോട് ചേർത്ത് പിടിച്ച ആ താമര മേഡത്തെ അനുമോദിക്കാൻ പാട്ട് ഇഷ്ടമല്ല അല്ലെങ്കിൽ മോശമാണെന്ന് തോന്നുന്നുണ്ട് വൈദേഹിനൊരു സന്ദേഹം. മാറ്റണോ? ഓക്കെ. ഹിന്ദി ഹമാര രാഷ്ട്രഭാഷ, ഹിന്ദി ഏക്ക് സരൽ ഭാഷ. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഹിന്ദി വലിയ ബുദ്ധിമുട്ടില്ലാതെ പഠിച്ചോളും, എന്റെ അസാന്നിധ്യത്തിലും കുട്ടികൾ ഹിന്ദി പഠിച്ചോളും എന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ച് നാളത്തേക്ക് മാറി നിന്ന് പിന്നെ ഘർ വാപസിയായി തിരിച്ചു വന്ന ഒരു 2 മാസം മുമ്പ്, അതിന് ഞാൻ ശ്യാം സാറിനോട് കടപ്പെട്ടിരിക്കുന്നു, ഭാഷാഭൂഷണിൽ ഒരു കവിത ഉണ്ടായിരുന്നു, അറിയോ? ജിജി എവിടെ എന്നുള്ള കവിത ഭയങ്കര കോളിലൊക്കെ സൃഷ്ടിച്ച. ഇത് നമ്മുടെ ഇവിടുത്തെ ജിജി മേഡത്തിനെ കുറിച്ചാണ്. കാരണം ജിജി മേഡത്തിനെ കാണാനില്ലായിരുന്നു കുറെ മാസത്തേക്ക്. ജിജി എവിടെ എന്നുള്ള കഥ ആ ഒരു കവിത ഉണ്ടായിരുന്നു. പക്ഷെ ജിജി മേഡം എവിടെയും പോയിട്ടില്ല. ആ ജിജി മേഡം ഇവിടെ തന്നെയുണ്ട്. ജിജി മേഡത്തെ അനുമോദിക്കാൻ സഹദേവൻ സാറിനെ ക്ഷണിക്കുന്നു. ആംഗലേയ ഭാഷയുടെ ഔന്നത്യം കൊണ്ട് ആൻഡമാനിൽ നിന്നും കടൽ കടന്ന് ഇവിടെ എത്തിയ നമുക്കിടയിൽ ഒരു ന്യൂജൻ ടീച്ചറായി നിങ്ങളുടെ ഇടയിൽ വിളങ്ങുന്ന, റിപ്പോർട്ടിങ്ങിലും മിനിറ്റ്സിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് നിമിഷങ്ങൾക്കകം എത്തേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഡ്രാഫ്റ്റിംഗ് ചാരുത, കുട്ടികളുടെ ഇടയിൽ വളരെ പരിചിതമായ മുഖം. അധിക കാലം ഇനി നവോദയയിൽ ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. എന്നാൽ ഉണ്ടായ കാലഘട്ടത്തിൽ തന്റെ സ്വാധീനം അടയാളപ്പെടുത്തുന്ന നമ്മുടെ ഇംഗ്ലീഷ് ടീച്ചർ നീന മേഡത്തെ അനുമോദിക്കാൻ വേണ്ടി ശ്യാം സാറിനെ ക്ഷണിക്കുകയാണ്. ശ്യാം സാർ.
കണക്കുകൂട്ടലുകൾ തെറ്റാതിരിക്കാൻ 10ാം ക്ലാസ്സിൽ 10 ദിവസത്തിലധികം അടയിരിക്കാൻ തയ്യാറായ എന്നും ചന്ദനക്കുറിയുമായി വന്ന് പലപ്പോഴും ദൈവപ്രസാദമൊക്കെ ഞങ്ങളിൽ വളരെ സന്തോഷപൂർവ്വം എന്നും ഒരു ചിരിയോടെ നമ്മുടെ സ്റ്റാഫ് റൂമിലേക്ക് കടന്നു വരുന്ന സ്നേഹനിധിയായ നമ്മുടെ കണക്ക് അധ്യാപിക മിനി മേഡത്തെ ആദരിക്കാൻ വേണ്ടി സാംകുട്ടി സാറിനെ ക്ഷണിക്കുകയാണ്. സാംകുട്ടി സാർ അങ്ങനെയാണ് സാംകുട്ടി സാർ വരുന്നത്. Don't play എന്ന് പറഞ്ഞാൽ ആർ.ഐ. മൈസൂരിന്റെ നിശബ്ദ സാന്നിധ്യം. എന്നാൽ ഇടക്കിടക്ക് പൊട്ടിത്തെറിക്കും ആ ഉദയഗിരി ഹൗസിന്റെ അമ്മ സജിത്ര മേഡത്തെ ക്ഷണിക്കുകയാണ്. സജിത്ര മേഡത്തെ അംഗീകരിക്കാൻ വേണ്ടി ആദരിക്കാൻ വേണ്ടി മാത്യു സാർ, നമ്മുടെ മാത്യു സാർ ഉണ്ടായിരുന്നല്ലോ. ചിട്ടവട്ടം തെറ്റിക്കുകയില്ല. പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ അച്ചടക്ക കാര്യത്തിൽ നിർബന്ധ ബുദ്ധി കാണിക്കുകയും, എന്നാൽ മുൻകാല സ്കൂളുകളിൽ കാണിക്കുന്ന കാർക്കശ്യം ഇവിടെ അത്രയും കാണിക്കുന്നില്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഇടയ്ക്ക് ഒരു പൂർവ്വ വിദ്യാർത്ഥി നടത്തിയിരുന്നു. എന്നും നമ്മുടെ ഇടയിൽ മധുരപ്രസാദം വിളമ്പുന്ന ജയകുമാരി ടീച്ചർ ആദരിക്കാൻ വേണ്ടി അജിസാറിനെ ക്ഷണിക്കുകയാണ്. അജിസാറിന്റെ ഒരു പ്രിസത്തിൽ കൂടി പ്രകാശം കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വർണ്ണരശ്മികളായി പ്രസരിക്കുന്നു. അങ്ങനെ ക്ലാസ് മുറികളിൽ ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും വർണ്ണരശ്മികൾ വിടർത്തുന്ന പ്രത്യേകിച്ച് 6, 7, 8 ക്ലാസ്സുകളിലെ വർണ്ണരശ്മി ആരാണ്? രശ്മി ടീച്ചർ. രശ്മി ടീച്ചറിനെ ആദരിക്കാൻ വേണ്ടി സജി സാറിനെ ക്ഷണിക്കുന്നു. സജി സാർ പ്ലീസ്. ക്ലാസ് മുറികളിൽ ദേഷ്യപ്പെടാറുണ്ടോ എന്നറിയില്ല. സ്റ്റാഫ് റൂമുകളിൽ ഈ ടീച്ചർ എപ്പോഴും ശരിയാ. ഞങ്ങളോടൊക്കെ ഒരിക്കലും ഒരു ചെറിയ കാര്യത്തിൽ പോലും തർക്കിക്കാറില്ല. പലപ്പോഴും കുട്ടികളോട് വളരെ സ്നേഹത്തോടെയും സുഹൃത്തിനെ പോലെയൊക്കെ നമ്മൾ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഈ ഹിന്ദി ടീച്ചർ നമുക്കൊരു നവോദയയില്, നമ്മുടെ ആലപ്പുഴ നവോദയ, അതിലൊരു വരദാനമാണ്. കാസർഗോഡിലാണ് തൻ്റെ അനുഭവം ആദ്യം അധ്യാപന അഭിരുചി ആദ്യം തുറക്കുന്നത്. പിന്നീട് ഇങ്ങോട്ടേക്ക് വന്ന നമ്മുടെ പ്രിയങ്കരിയായ ഷീന SL ടീച്ചറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടി ശ്യാം സാർ പ്ലീസ്.